ഈ നാട്ടിലെ പത്രങ്ങളും പാപ്പരാസികളും എന്നെ കുറിച്ച് എഴുതി അർമാദിക്കുന്നത് കൊണ്ട് ആസ്വദിക്കാൻ സെലിബ്രിറ്റി സ്റ്റാറ്റസ് ആഗ്രഹിക്കുന്ന യൂഷ്വൽ സൈക്കോപാത്ത് അല്ല ഞാൻ. മനഃപൂർവ്വം അപമാനിച്ചു, മകൾക്ക് മാനസിക ബുദ്ധിമുട്ട് ഉണ്ടായി, പരാതിയുമായി ബാലതാരം ദേവനന്ദയുടെ കുടുംബം. അപ്പം ഈ ദേവനന്ദയുടെ ഈ പ്രശ്നം നിങ്ങൾ അത്യാവശ്യം കുറെ പേരെങ്കിലും ഒക്കെ അറിഞ്ഞൊരു കാര്യമായിരിക്കും. സംഗതി വേറൊന്നുമല്ല, ഈ ദേവനന്ദ എന്ന് പറയുന്ന കുട്ടി മാളികപ്പുറം എന്ന സിനിമയിലൂടെ മലയാളികൾക്കെല്ലാം സുപരിചിതയായിട്ടുള്ള ഒരു കുട്ടിയാണ്. അപ്പൊ ആ കുട്ടി കഴിഞ്ഞ ദിവസം ഒരു ഓൺലൈൻ മീഡിയയ്ക്ക് ഒരു ഇന്റർവ്യൂ കൊടുത്തപ്പോഴത്തേക്ക് ആ ഒരു ഇന്റർവ്യൂവിനകത്ത് ആ ഒരു കുട്ടിയുടെ കൂടെ ഓപ്പോസിറ്റ് ഇരുന്ന് ഇന്റർവ്യൂവർ ഒന്ന് രണ്ട് ചോദ്യങ്ങൾ ചോദിച്ചു. അതിനകത്ത് മെയിൻ ഒരു ചോദ്യമായിരുന്നു, മോൾക്ക് അമ്മയാണോ അച്ഛനെയാണോ ഏറ്റവും കൂടുതൽ ഇഷ്ടം? ഈ ഒരു ചോദ്യം ചോദിച്ചപ്പോഴത്തേക്ക് ഈ കുട്ടി അവിടെ ഇരുന്നിട്ട് ഈ കുട്ടി ഒന്ന് രണ്ട് കാര്യങ്ങൾ അവിടെ നിന്ന് പറയും. അതായത് മറ്റേ ഭയങ്കരമായിട്ടുള്ള മെച്യൂരിറ്റി കാണിച്ചിട്ടുള്ള കുറച്ച് സംസാരങ്ങൾ ഈ കുട്ടി അവിടെ സംസാരിക്കും. അപ്പൊ ഈ ഒരു സാധനം പല ചേട്ടന്മാരും കട്ട് ചെയ്ത് പല ഓൺലൈൻ പല സോഷ്യൽ മീഡിയ പേജുകളിലൂടെയും ഇട്ട് വൈറലാക്കാൻ തുടങ്ങി. അപ്പം ഈ വൈറലായി ഈ സാധനം ഈ കുട്ടിയും കാണാനിടയായി. അപ്പൊ ഈ കുട്ടി ഇത് കണ്ടപ്പോഴത്തേക്ക് ഈ ഒരു കട്ടിങ്ങിന്റെ കൂട്ടത്തിൽ ഈ ഒരു വീഡിയോ കട്ടിന്റെ അടിയിൽ വരുന്ന കമന്റ് ബോക്സ്, അതിനകത്തുള്ള കമന്റുകൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിഗംഭീരമായിട്ടുള്ള കമന്റുകളാണ്. അപ്പൊ മാനസികമായി ആ കുട്ടി തളർന്നു. ഉടനെ ആ കുട്ടിയുടെ അച്ഛൻ കൊണ്ടുപോയി ഒരു കേസ് കൊടുത്തു എന്നൊക്കെയാണ് ഇപ്പൊ പറയുന്നത്. അപ്പൊ ആ കേസിൽ ആ ഒരു കുട്ടിയുടെ അച്ഛൻ പറയുന്ന കുറച്ച് കാര്യങ്ങളുണ്ട്, അത് ഞാൻ ഇവിടെ കാണിച്ചു തരാം നിങ്ങൾക്ക്. പിന്നെ ആ കുട്ടി പറഞ്ഞ അല്ലെങ്കിൽ ആ ഒരു ഓൺലൈൻ മീഡിയക്ക് കൊടുത്ത ആ ഒരു കട്ടിങ് എന്തായാലും ഞാനിവിടെ കാണിച്ചു തരുന്നില്ല. എനിക്ക് മര്യാദയ്ക്ക് ജീവിച്ചു പോകണം, അടുത്ത പണിയും കൊണ്ട് അങ്ങനെ രണ്ടാഞ്ചത്ത് വരും. അതുകൊണ്ട് ഞാനതിവിടെ കാണിക്കുന്നില്ല. മറിച്ച് അദ്ദേഹം പോലീസിൽ കംപ്ലൈന്റ് കൊടുത്തപ്പോഴത്തേക്ക് കുറച്ച് കാര്യങ്ങൾ ആ ഒരു കംപ്ലൈന്റിൽ പറയുന്നുണ്ട്, അത് ഞാനിവിടെ വായിച്ചു തരാം. മകൾ നേരിടുന്ന സൈബർ ആക്രമണങ്ങളിൽ നിയമ നടപടിയുമായി ബാലതാരം ദേവനന്ദയുടെ പിതാവ്. എറണാകുളം സൈബർ പോലീസിലാണ് ദേവനന്ദയുടെ അച്ഛൻ സിവിൻ പരാതി നൽകിയത്. ഒരു സിനിമയുടെ ഭാഗമായി ദേവനന്ദ നടത്തിയ അഭിമുഖത്തിൽ നിന്നുള്ള ഭാഗം മാത്രം കട്ട് ചെയ്ത് സമൂഹ മാധ്യമങ്ങളിൽ തെറ്റായി പ്രചരിപ്പിക്കുകയും അതുമായി ബന്ധപ്പെട്ട് ചില മോശം പരാമർശം നടത്തിയെന്നുമാണ് പരാതിയിൽ പറയുന്നത്. മോളുടെ ഏറ്റവും പുതിയ സിനിമയായ ഗുവിന്റെ പ്രൊമോഷന്റെ ഭാഗമായി ഗുവെന്നാന്ന് തോന്നുന്നു, അങ്ങനെ കൊടുത്തിരിക്കുന്നുണ്ട്. എനിക്ക് കറക്റ്റ് ആ പടത്തിന്റെ പേരറിയത്തില്ല, ഞാൻ ചകഞ്ഞ് നോക്കാൻ പോയില്ല. കാരണം എനിക്ക് ആ പടത്തിനെ പറ്റി അറിയേണ്ട കാര്യവും ആ പടത്തിന് ഇവിടെ പ്രൊമോട്ട് ചെയ്ത് കൊടുക്കേണ്ട കാര്യവും ഇല്ലാത്തത് കൊണ്ട്. അപ്പൊ എന്തായാലും ആ സിനിമയുടെ പ്രൊമോഷന്റെ ഭാഗമായി എന്റെ വീട്ടിൽ വെച്ച് ഒരു ചാനലിന് മാത്രമായി കൊടുത്ത അഭിമുഖത്തിൽ നിന്ന് ഞങ്ങളുടെ അനുവാദമില്ലാതെ എന്റെ മകളെ സാമൂഹ്യ മാധ്യമങ്ങളിൽ മനഃപൂർവ്വം അപമാനിക്കുക എന്ന ലക്ഷ്യത്തോടെ കണ്ടന്റ് ക്രിയേറ്റേഴ്സ് എന്ന് അവകാശപ്പെടുന്ന കുറച്ച് വ്യക്തികൾ അവരുടെ അക്കൗണ്ടിലൂടെ മുകളിൽ പറഞ്ഞ ചാനലിൽ വന്ന ഇന്റർവ്യൂവിൽ നിന്ന് ഒരു ഭാഗം മാത്രം ഡൗൺലോഡ് ചെയ്ത് അവരുടെ സ്വന്തം വീഡിയോ കൂടി ചേർത്ത് പ്രചരിപ്പിക്കുകയും ചെയ്തു. ഇവരുടെ ഈ പ്രവൃത്തി എൻ്റെ 10 വയസ്സുള്ള മകൾക്ക് മാനസിക ബുദ്ധിമുട്ട് ഉണ്ടാകുകയും സമൂഹം മനഃപൂർവ്വം അപമാനിക്കപ്പെടുകയും ചെയ്യുക ഉണ്ടായിട്ടുണ്ട്. എന്തോ അവർ എഴുതിയതിനകത്ത് ഒരു മിസ്റ്റേക്ക് ഉണ്ട്. എന്തായാലും പ്രൊഫൈൽ ഞാൻ ഇവിടെ വെച്ച് തരാം, എന്തായാലും നിങ്ങൾ നോക്കിക്കഴിഞ്ഞ് ഞാൻ വായിച്ച തെറ്റാന്നൊന്നും പറഞ്ഞിട്ട് വരണ്ട. അപ്പൊ പ്രൊഫൈൽ ഡീറ്റെയിൽസ് അടുത്ത പേജിൽ കൊടുത്തിട്ടുള്ളവയാണ്. ഈ പ്രൊഫൈലിൽ അപ്ലോഡ് ചെയ്ത വീഡിയോകൾ എത്രയും പെട്ടെന്ന് ഡിലീറ്റ് ചെയ്യിക്കാനും ഈ വ്യക്തികളുടെ പേരിൽ നിയമ നടപടികൾ സ്വീകരിക്കണം എന്നും അപേക്ഷിക്കുന്നു എന്നാണ് പരാതിയിൽ വ്യക്തമാക്കിയിരിക്കുന്നത്. അപ്പോ ആ ഒരു പിതാവ് ഒരു കംപ്ലൈന്റ് കൊടുത്തു. അപ്പൊ കംപ്ലൈന്റ് ഒക്കെ കൊടുത്തോട്ടെ. അപ്പൊ എനിക്ക് ചോദിക്കാനുള്ളൊരു കാര്യം, ആ കുട്ടി അന്ന് ആ ഒരു ഇന്റർവ്യൂവിൽ ഞാൻ ഭയങ്കര മെച്ചുവേർഡ് ആണ്, എനിക്ക് മെച്ചുവേർഡ് ആയിട്ട് എല്ലാ കാര്യങ്ങൾ എടുക്കാൻ അറിയാം എന്നുള്ള കുറെ ഘോര കാര്യങ്ങളൊക്കെ ഇരുന്ന് സംസാരിക്കുന്നുണ്ടായിരുന്നു. അപ്പൊ 10 വയസ്സുള്ള ഒരു കുട്ടിയാണ്. ആ കുട്ടിയോട് ഒരു 10 വയസ്സ് ഉള്ള ഒരു കുട്ടിയോട് എങ്ങനെയായിരിക്കും ഒരു ആങ്കർ വന്നിരുന്ന് ചോദ്യം ചോദിക്കുക? മോളെ, നിനക്ക് അച്ഛനെയാണോ അമ്മയാണോ ഏറ്റവും കൂടുതൽ ഇഷ്ടം? ഇങ്ങനെയുള്ള വളരെ നിസ്സാരമായിട്ടുള്ള കാര്യങ്ങളല്ലേ ചോദിക്കാൻ പറ്റൂ. അല്ലാതെ ഈ പ്രൊമോഷൻ ചെയ്യാൻ വന്നിരിക്കുന്ന സിനിമയുടെ സിനിമാറ്റോഗ്രാഫറുടെ പഴയ സിനിമയിലെ ഒരു ആംഗിൾ അല്ലെങ്കിൽ പഴയ ഷോട്ടുകൾ ആ ഒരു അതേ രീതിയിൽ തന്നെയാണോ അദ്ദേഹം ഈ ഒരു സിനിമയിലേക്കും കൊണ്ടുവരാൻ ശ്രമിച്ചിട്ടുള്ളത് എന്നുള്ള കാര്യങ്ങളൊക്കെ പോയി ഈ 10 വയസ്സുള്ള കൊച്ചിനോട് ചോദിക്കാൻ പറ്റുമോ? അല്ല, എനിക്കറിയാൻ പാടില്ല. അങ്ങനെ ആ ഒരു ആങ്കർ ചോദിക്കുന്നുണ്ടെങ്കിൽ ആ ആങ്കറിനെ എടുത്ത് നമ്മൾ നാട്ടുകാർ പൊങ്കാല ഇടത്തില്ലേ? അപ്പൊ ആ കൊച്ചിനെ എത്രയൊക്കെ സംസാരിക്കാൻ അതിന് ചിലപ്പോൾ പറയാൻ കഴിവുണ്ടായിരിക്കും. എന്നാലും ഇങ്ങനെയുള്ള ചോദ്യങ്ങളൊക്കെ ഒരു 10 വയസ്സുള്ള ഒരു കൊച്ചിനോട് ചോദിക്കുമ്പോൾ എന്തായിരിക്കും ആ ആങ്കറിനെ പറ്റി ഇവിടെ പുറത്ത് ജനങ്ങൾ പറയാൻ പോകുന്നത്?
ഇല്ലേ? ഒന്ന് ചിന്തിച്ചു നോക്കിക്കൂടെ എല്ലാവർക്കും? അപ്പൊ ഒരു 10 വയസ്സുള്ള ഒരു കൊച്ചിനോട് ചോദിക്കാൻ പറ്റുന്ന ചോദ്യങ്ങളല്ലേ ആങ്കർ ചോദിച്ചുള്ളൂ. അതിനാ കൊച്ചു മറ്റേ വലിയ വായിൽ വലിയ ഡയലോഗ് അടിച്ചു. അത് ഓക്കെ, ഞാൻ ആ കൊച്ചിനെ ഒരു പരിധിക്കുള്ളിൽ കുറ്റം പറയാനൊന്നും ഞാൻ ആളല്ല. കാരണം ഇപ്പോഴത്തെ കുട്ടികൾ കുറെ നല്ല രീതിയിൽ മെച്ചുവേർഡ് ആണ്, അവർക്ക് കുറെ കാര്യങ്ങൾ അറിയാം. നമ്മളെക്കാട്ടിലും കൂടുതൽ എനിക്ക് തോന്നുന്നു ടെക്നിക്കൽ വൈസ് ഒക്കെ ഇപ്പോഴത്തെ ഒരു 10 വയസ്സുള്ള കൊച്ചിനെ അറിയാം. പക്ഷെ ഒരു ഇന്റർവ്യൂവിൽ വന്നിരിക്കുമ്പോൾ അങ്ങനെയൊക്കെ അങ്ങ് പറയാൻ, അല്ലെങ്കിൽ ആ ആങ്കറിന് ചോദിക്കാൻ പറ്റുമോ ഒരു കൊച്ചിനോട്? അതെന്താണ് ഈ കൊച്ചിന്റെ വീട്ടുകാർ മനസ്സിലാക്കാത്തത്? നാട്ടുകാരും മനസ്സിലാക്കണം. എന്ന് വെച്ചാൽ ആ കൊച്ചി ഇങ്ങനെയൊക്കെ പറഞ്ഞെന്ന് പറഞ്ഞ് അതിന്റെ മറ്റേ ആ വീഡിയോ എടുത്തിട്ട് അതിന്റെ കമന്റ് ബോക്സിൽ പോയിരുന്ന് ഈ പാട്ട് പാടുന്ന പരിപാടി ഉണ്ടല്ലോ, അത് വെറും ഒരു വല്ലാത്ത പരിപാടിയാ കേട്ടോ. കാരണം ഈ കൊച്ചിന്റെ അച്ഛൻ, ഈ കുട്ടിയുടെ അച്ഛൻ, ഇനി കൊച്ചിന്റെ അച്ഛൻ എന്ന് പറഞ്ഞ അടുത്ത പ്രശ്നം വേണ്ട, ഈ കുട്ടിയുടെ അച്ഛൻ ഇങ്ങനെ ഒരു പോലീസ് കംപ്ലൈന്റ് ഒക്കെ വന്ന് കൊടുക്കാൻ പോയി എന്ന് അറിഞ്ഞതിന് ശേഷം ഒരു യൂട്യൂബ് ചാനലിൽ ഒരു കമ്മ്യൂണിറ്റി പോസ്റ്റ് ഇട്ടു. ഈ ഒരു കാര്യം പറഞ്ഞിട്ട് ഒരു കമ്മ്യൂണിറ്റി പോസ്റ്റ് ഇട്ടപ്പോഴത്തേക്ക് ആ കമ്മ്യൂണിറ്റി പോസ്റ്റിന്റെ അടിയിൽ വന്നിരിക്കുന്ന കമന്റുകൾ ഞാനൊന്ന് വായിച്ചു നോക്കി. എന്റെ ദൈവമേ, അതിലെ കുറച്ച് കമന്റ് മാത്രം, വളരെ ഒരു 2-3 കമന്റ് മാത്രം ഞാനിവിടെ കാണിച്ചു തരാം. അശ്ലീലമായിട്ടുള്ള ഒരു കമന്റ് ഞാനിവിടെ കാണിച്ചു തരുന്നില്ല. അത് വെറും വൃത്തികെട്ട പരിപാടിയാണ്. അത് ഏത് ചാനലിന്റെ ആണെന്ന് പോലും ഞാൻ പറയുന്നില്ല, കാരണം നിങ്ങൾ പോയി കാണണ്ട. കാരണം ഒരു കൊച്ചിനെ ഇങ്ങനെയൊക്കെ അതെന്തോ പറഞ്ഞെന്നും പറഞ്ഞ അതിന്റെ കമന്റ് ബോക്സിലൊക്കെ പോയിട്ട് ഇങ്ങനെയൊക്കെ കമന്റ് ഇടുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മലയാളികൾക്ക് അത് പറ്റത്തുള്ളൂ. വിവരദോഷികളായിട്ടുള്ള, വിദ്യാഭ്യാസമില്ലാത്ത, ഈ ഫ്രസ്ട്രേഷൻ സ്വന്തം വീട്ടിലോ അല്ലെങ്കിൽ പുറത്ത് ആരോടും കാണിക്കാൻ പറ്റാതെ ഈ ഫ്രസ്ട്രേഷൻ ഉള്ളിനകത്ത് ഇങ്ങനെ വെച്ച് ഭ്രാന്ത് പിടിച്ച് നടക്കുന്നവര് കുറെ ആളുകളുണ്ട്. അപ്പൊ അവരാണിത്, അവരെ കൊണ്ട് ഇങ്ങനെയൊക്കെ ടൈപ്പ് ചെയ്തിടാൻ പറ്റുള്ളൂ എന്നാണ് എന്റെ ഒരു വിശ്വാസം കേട്ടോ. എന്തായാലും പിന്നെ അതൊരിക്കലും മാറാൻ പോകുന്നില്ല. അങ്ങനെയുള്ള കുറെ എണ്ണം ഉണ്ട് ഇവിടെ. പുറത്ത് ആരോടും വന്നിരുന്നൊന്നും പറയാൻ, മുഖത്ത് നോക്കിയ ഒരാളോട് തെറി പറയാനൊക്കെ പേടിയായിരിക്കും. ഇങ്ങനെ ഇരുന്ന് കമന്റ് ബോക്സിൽ രാത്രി ഇരുന്ന് ഇങ്ങനെ കുത്താനെ ഇങ്ങനെ കുറെ എണ്ണത്തിനെ കൊണ്ട് കൊള്ളത്തുള്ളൂ. വേറൊരു കാര്യത്തിന് അവന്മാരെ കൊണ്ട് കൊള്ളാൻ ചാൻസ് ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല കേട്ടോ. ഇതിനെ പറ്റത്തുള്ളൂ. അങ്ങനെയുള്ളവർ അങ്ങനെ ഇരിക്കട്ടെ, അവരെ നമ്മൾ മാക്സിമം, ഞാനൊക്കെയാണെങ്കിൽ മാക്സിമം പ്രൊവോക്ക് ചെയ്ത് വിടും. ഇതുപോലെ ഒരു 10 തെറി കൂടെ ഇട്, റീച്ച് ആവട്ടെ. അങ്ങനെ ഒരു 1000 പേരെങ്കിലും കണ്ടു കഴിഞ്ഞാൽ കാണട്ടെ. അതൊക്കെ ഉള്ളൂ എന്റെ മൂഡ് കേട്ടോ. അപ്പം ഇതൊരു കൊച്ചായതുകൊണ്ട് തന്നെ ഇച്ചിരി മനുഷ്യത്വം കാണിക്കാനേ എനിക്ക് പറയാനുള്ളൂ. അപ്പൊ ആദ്യം ഒരു കമന്റ് ഞാൻ ഇനി അങ്ങോട്ടൊന്ന് വെച്ച് തരാം. ഒറ്റ കാര്യം മാത്രമേ പറയാനുള്ളൂ. ആ കൊച്ചു വളർന്ന് പ്രായമായി കഴിഞ്ഞിട്ട് ഈ വീഡിയോ ഒക്കെ കാണിച്ചു കൊടുക്കണം. ഇന്ന് മനസ്സിലാക്കാത്ത പലതും, അല്ലെങ്കിൽ മാതാപിതാക്കൾ പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കാത്ത പലതും അന്ന് കൊച്ചിന് മനസ്സിലാകും. അത് സത്യമായിട്ടുള്ളൊരു കാര്യമാണ്. കാരണം ഇതൊരു സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഈ ആ കുട്ടി തന്നെ, കൊച്ചെന്ന് വീണ്ടും വരുന്നു, ആ കുട്ടി തന്നെ ഇത്രയും ഞാൻ മെച്ചുവേർഡ് ആണ് എന്നൊക്കെയാന്ന് പറയുന്നത് കേട്ടു. അങ്ങനെ അത്ര മെച്ചുവേർഡ് ആയിട്ടുള്ള ഒരു കുട്ടി ഇങ്ങനെ മനസ്സ് തകർന്ന് ഇതൊക്കെ കണ്ടിട്ട് വിഷമിച്ച് കരയേണ്ട കാര്യമൊന്നും ഇല്ല മോളെ. കാരണം ഇതാണ്, നീ അത്ര മെച്ചുവേർഡ് ആണെന്ന് നീ തന്നെ പറയുന്നുണ്ടെങ്കിൽ ആ ഒരു മെച്യൂരിറ്റി കാണിക്കുക. ഇല്ലെങ്കിൽ ഇതാണ്, നീ അത്യാവശ്യം ലൈം ലൈറ്റിൽ നിൽക്കുന്ന സിനിമയിലൊക്കെ ഉള്ള ഒരാളല്ലേ. എന്താണ് ഇവിടെ സോഷ്യൽ മീഡിയയിൽ നടക്കുന്നതെന്ന് കൊച്ചിന്റെ അച്ഛനും അമ്മയും ഒന്ന് പറഞ്ഞു കൊടുക്കുക. ഇതൊക്കെയാണ് ഇവിടുത്തെ അവസ്ഥ. അപ്പം സംസാരിക്കുമ്പോൾ, ഒരു സ്ഥലത്ത് വന്നിരുന്ന് സംസാരിക്കുമ്പോൾ അതൊക്കെ ഒന്ന് കണ്ട് സംസാരിക്കാൻ പറയുക. ആ കൊച്ചിനോട് മാത്രമല്ല, ഇവിടുത്തെ എല്ലാ ആളുകളോടും, എന്നോട് ഉൾപ്പെടെ. കാണുന്നത് 10 പേരാണെങ്കിലും അവർക്ക് പല രീതിയിൽ, പല പെർസ്പെക്റ്റീവ്സ് ആണ്, അവർ പല രീതിയിൽ എടുക്കും. സോ അതൊക്കെ ഒന്ന് നോക്കിയും കണ്ട് നമ്മൾ സംസാരിക്കുന്നത് വളരെ നല്ല കാര്യമായിരിക്കാം എന്ന് ഞാനിവിടെ പറഞ്ഞു കഴിഞ്ഞാൽ അത് തെറ്റാണ്. കാരണം ഓരോരുത്തരുടെ ഇഷ്ടമാണ് എന്ത് പറയണമെന്നുള്ളത്. പക്ഷേ ഇതൊരു കൊച്ചു കുട്ടി ആയതുകൊണ്ട് ഇച്ചിരിയൊക്കെ നോക്കി കണ്ട് സംസാരിക്കണം. ഇല്ലെങ്കിൽ ഇങ്ങനെയുള്ള പ്രശ്നങ്ങൾ വരുമ്പോഴത്തേക്ക് ആ കുട്ടിക്ക് ഫേസ് ചെയ്യാൻ പറ്റില്ല. കാരണം അതൊരു കുഞ്ഞു മനസ്സാണ് അതിന്റെ. അതിങ്ങനെയൊക്കെ കേട്ട് കഴിയുമ്പോഴത്തേക്ക് വിഷമിക്കും. അതിനെ ഒന്നും പറയാനൊന്നും ഇല്ല ഇവിടെ. ഓക്കെ, അപ്പൊ എന്തായാലും അടുത്ത കമന്റ് നമുക്ക് നോക്കാം. സൂപ്പർ കമന്റ് കേട്ടോ. തള്ള വൈബ് കാണിക്കുമ്പോൾ ആലോചിക്കണം. നല്ല സുന്ദരനെങ്ങാണ്ടാ വന്നിട്ടിരിക്കുന്നത് തള്ള വൈബ് കാണിക്കുമ്പോ. അപ്പം എന്ത് പറയാനാണ് ഇവനോടൊന്നും എനിക്ക് അറിയത്തില്ല. ആ കൊച്ച് അതൊരു കുഞ്ഞാണ്, അങ്ങനെ ചിന്തിക്ക്. അത് ഒരു പുതിയൊരു ലോകം കണ്ടു. അപ്പൊ അത് വന്നിരുന്നങ്ങ് അങ്ങ് തള്ളി മറിച്ചു, അത്രേ ഉള്ളൂ. അതിന് അങ്ങനെ എടുക്കണം. നിനക്ക് ഇങ്ങനത്തെ ഒരു മെന്റാലിറ്റി കൊണ്ടിരിക്കുന്നവരോട് എനിക്ക് അത്രേ പറയാനുള്ളൂ. അതങ്ങ് തള്ളി മറച്ചു, അത്ര അങ്ങ് വിശ്വസിച്ചാൽ മതി. അങ്ങനെ അങ്ങ് എടുത്താൽ മതി. അപ്പൊ അതിന് തിരിച്ചൊരു പണി കിട്ടി. അല്ലാതെ ഇനി അതിന്റെ കമന്റ് ബോക്സിൽ ചെന്നിരുന്ന് ഇങ്ങനത്തെ ഡയലോഗ് അടിച്ച് അതിനെ, അയ്യോ, നാളെ നിനക്കൊക്കെ ഏതെങ്കിലും ഒരു കാരണവശാൽ കമന്റുകൾ ഇങ്ങനെ നേരിടേണ്ടി വരുന്ന ഒരു അവസ്ഥയിൽ മാത്രമേ നിനക്കൊക്കെ അത് മനസ്സിലാവത്തുള്ളൂ. അല്ലാതെ പറഞ്ഞിട്ട് കാര്യമില്ല. ഓക്കെ, അപ്പൊ എന്തായാലും അടുത്ത കമന്റ്. ഇത്ര മെച്ചുവേർഡ് ആയ കുട്ടിക്ക് ഇതൊക്കെ ഈസിയായി നേരിടാം. അതാണ് ഞാൻ നേരത്തെ ആ ഒരു കാര്യം പറഞ്ഞു കഴിഞ്ഞു. നേരിടാം. പക്ഷെ ആ കുട്ടി അത്രയും മെച്ചുവേർഡൊന്നും അല്ലടേ. പിന്നെ ആ കൊച്ച ആ ഒരു സ്പേസ് കണ്ടപ്പോ വന്നിരുന്നങ്ങ് സംസാരിച്ചെന്നേ ഉള്ളൂ. കുഞ്ഞല്ലേ അത്, അതിനെ അങ്ങനെ എടുത്താൽ മതി, അത്രേ ഉള്ളൂ. കേട്ടല്ലോ.
നീ കൂടുതൽ മറ്റേ അതിന് മെച്ചുവേർഡ് ആയിട്ടുള്ള 10 വയസ്സേ ഉള്ളൂ. ഈ കമന്റ് ഒക്കെ ഇടുന്നതിന് മുന്നേ അതും കൂടെ ഒന്ന് ആലോചിക്ക്. 10 വയസ്സേ ഉള്ളു അതിന്. അത് തന്നെ ഇരുന്ന് അതിപ്പോ വന്നിരുന്ന് മറ്റേ ഒരു ബൈക്കിൽ കൂടെ വിളിച്ചങ്ങ് പോവും, ഞാൻ ഭയങ്കര മെച്ചുവേർഡാ. ആ പറയുന്ന കേൾക്കുമ്പോ തന്നെ നമുക്ക് മനസ്സിലായി കൂടെ അതൊരു കൊച്ചു കുഞ്ഞ്. അത് അങ്ങനെയൊക്കെ പറയാനേ അതിനെ അറിയത്തുള്ളൂ എന്ന് വെച്ചിട്ട് അത് മറ്റേ മെച്യൂരിറ്റിയുടെ അങ്ങേ അറ്റത്ത് നിൽക്കുന്നതൊന്നും അല്ല. അതൊന്ന് ചിന്തിക്കാനുള്ള കഴിവുകൾ ഇവിടെ 20, 25, 30, 40 വയസ്സുള്ള ചേട്ടന്മാർക്കില്ലെങ്കിൽ പോയി തൂങ്ങിച്ചാവാനേ എനിക്ക് പറയാൻ പറ്റത്തുള്ളൂ. ഓക്കെ, എന്തായാലും അടുത്ത കമന്റ്. എന്തിന് ആ കുട്ടി നല്ല അപ്ഡേറ്റഡ് അല്ലേ, ലോകത്ത് നടക്കുന്ന എല്ലാ കാര്യങ്ങളും അറിയാം. ആ കുട്ടി ഡിസ്കസ് ചെയ്ത് ഒരു സൊല്യൂഷൻ കണ്ടുപിടിച്ചോളൂ. കാരണം കുറെ കമന്റുകൾ ആ കുട്ടിക്ക് എതിരായിട്ടുള്ളതാണ് കമന്റുകൾ മൊത്തം. അതായത് എതിരായിട്ടുള്ളതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മറ്റേ നൈസായിട്ട് ഊക്കി വിടുക എന്ന് പറയത്തില്ലേ, ആ രീതിയിലുള്ള കമന്റുകളാണ് മൊത്തം. കുട്ടിയെ സപ്പോർട്ട് ചെയ്യുന്ന ആകെ 1-2 കമന്റുകൾ മാത്രമേ ഞാൻ കണ്ടുള്ളൂ. അതൊരു കൊച്ചു കുട്ടിയല്ലേ എന്നുള്ള രീതിയിൽ സംസാരിക്കുന്ന വളരെ കുറവ് ആൾക്കാരാണ്. ഞാൻ എന്തായാലും എനിക്ക് അങ്ങനെ പറയാൻ ഉള്ളു കേട്ടല്ലോ. എന്താണെങ്കിലും അതൊരു കൊച്ചുകുട്ടി, അപ്പൊ അതിനെ അങ്ങനെ ആ ഒരു ലാഭത്തോടെ എടുത്ത് കണ്ടുവിടാൻ നമുക്ക് പറ്റിയില്ലെങ്കിൽ നമുക്കൊക്കെ പിന്നെ എന്ത് ക്വാളിറ്റിയാ ഉള്ളതെന്ന് നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കുക. ഈ മറ്റേ പൊക്കി പിടിച്ച് അതിനെ മറ്റേ പറയാൻ പോകുന്നവര് ഓക്കെ കാണും, അതൊരു കൊച്ചു കുഞ്ഞ്. നിങ്ങൾ പറയുന്നതിനോട് ഞാൻ ഒരു പരിധിയിൽ കൂടുതൽ മറ്റേ അങ്ങ് തള്ളിക്കളയുന്നില്ല. ഒരു കൊച്ചുകുട്ടി സംസാരിക്കുന്നതിന്റെ അപ്പുറം അത് സംസാരിച്ച് കാണും. അതങ്ങനെ നിങ്ങൾ പറയുമ്പോൾ ഞാൻ പറഞ്ഞതും കൂടി ഒന്ന് എടുക്കുക. അതൊരു കൊച്ചുകുട്ടിയല്ലേ, സോ അങ്ങനെ എടുത്തത് കാണാം. അത് ചിലപ്പോൾ ഓരോന്നൊക്കെ കാണുമ്പോൾ വന്നിരുന്നെങ്കിൽ മറ്റേ എന്തോ അങ്ങനെ കാണിക്കാൻ തോന്നും. അത് കാണിച്ചോട്ടെ. അതിനെ ആ ഒരു കുട്ടിയുടെ ലാഘവത്തോടെ അതൊരു കുട്ടി കാണിച്ച ഒരു ലാഘവമാണ് എന്ന് നമുക്ക് മനസ്സിലായി നമ്മൾ അങ്ങനെ എടുത്തില്ലെങ്കിൽ നമ്മളും ആ കൊച്ചുമായിട്ടൊരു വ്യത്യാസവും ഇല്ല. ഓക്കെ, അടുത്തൊരു കമന്റ്. ഇംഗ്ലീഷ് പറഞ്ഞ കുറ്റത്തിന് പൃഥ്വിരാജ്, രഞ്ജിനി. മെച്ചുവേർഡ് ആയ കുറ്റത്തിന് ദേവനന്ദ. കേരളത്തിൽ കോമാളി കളിച്ചാൽ താരമാകാം, മെച്ചുവേർഡ് ആകുന്നത് കുറ്റവും. അപ്പം ഇത് മറ്റേ ആ കൊച്ചിനെ ഭയങ്കരമായിട്ട് അങ്ങ് സപ്പോർട്ട് ചെയ്യാൻ വന്നൊരു ചേട്ടനാണ്. അപ്പം സപ്പോർട്ട് ചെയ്യാൻ വന്ന ചേട്ടൻ ഇച്ചിരി ബുദ്ധി കുറവാണെന്ന് എനിക്ക് തോന്നുന്നത്. കാരണം ആ കൊച്ചു മെച്ചുവേർഡ് ആണെങ്കിൽ മോനെ ചേട്ടാ ആ കൊച്ചിരുന്നിങ്ങനെ കരയാനും മറ്റേ മാനസികമായി സംഘർഷങ്ങളൊന്നും നേരിടേണ്ട അവസ്ഥയൊന്നും വരത്തില്ല. മെച്ചുവേർഡ് ആയിട്ട് മറ്റേ ഒട്ടുപുല്ല എന്നും പറഞ്ഞ് കൊച്ചങ്ങ് പോയേനെ. ഇത് അത്ര മെച്ചുവേർഡ് ആയിട്ടുള്ള കൊച്ചൊന്നും അല്ല, പാവം ഒരു കൊച്ചു കുഞ്ഞ്, അത്രേ ഉള്ളൂ. ഓക്കെ, ഇനി ഒരു കമന്റ് ഉണ്ട്. ഇതാണ് എന്റെ ലാസ്റ്റ് കമന്റ് വെക്കുന്നത്. ഞാൻ ഇനി വലിയ കമന്റുകളൊന്നും വെക്കുന്നില്ല, ബോറാണ്. നിങ്ങൾ തന്നെ പോയാൽ മതി. പല വീഡിയോയുടെ ആ കൊച്ചിന്റെ അന്നത്തെ ആ കുട്ടിയുടെ അന്നത്തെ ആ ഒരു ഇന്റർവ്യൂ പലരും പോയി കാണുന്നുണ്ടായിരിക്കും. ആ കമന്റ് ബോക്സിൽ തന്നെ നല്ല വൃത്തിക്കുള്ള കമന്റുകളുണ്ട്. അപ്പൊ അതൊന്നും അല്ല, അതൊക്കെ എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ആയിക്കോട്ടെ, തെറി പറയായിരിക്കും, അതൊക്കെ ഓരോരുത്തരുടെ ക്വാളിറ്റി. എനിക്ക് ഒരു മെയിൻ ഒരു കമന്റ് നിങ്ങൾക്ക് കാണിച്ചു തരാറുണ്ട്. ഈ ഒരു കമന്റ് എന്തായാലും നിങ്ങളെ കാണിക്കണം എന്ന് ഞാൻ ഉറപ്പിച്ചതായിരുന്നു. അത് ഞാൻ ഇവിടെ കാണിച്ചു തരാം. പണ്ട് കാളിദാസ് ജയറാം കുഞ്ഞായിരുന്നപ്പോൾ ജയറാം എല്ലാ അവാർഡ് വേദിയിലും വലിയ വലിയ ഡയലോഗ് പഠിപ്പിച്ചു വിടുമായിരുന്നു. ഈ അടുത്ത് അതൊരു ഇന്റർവ്യൂവിൽ കാളിദാസ് പറയുകയും ചെയ്തു. പണ്ടത്തെ ആ ക്ലിപ്പ് കാണിച്ചപ്പോൾ പുള്ളിക്ക് തന്നെ നാണക്കേട് തോന്നി. അത് അപ്പ എന്നെ ട്രെയിൻ ചെയ്ത് വിട്ടതായിരുന്നു എന്ന് തുറന്നു പറഞ്ഞു. അന്നത്തെ കാലത്ത് ഇങ്ങനെ സോഷ്യൽ മീഡിയ സജീവമല്ലായിരുന്നു. എന്നാലും വായിൽ കൊള്ളാത്ത കാര്യങ്ങൾ ഒന്നുമല്ല ജയറാം പഠിപ്പിച്ച് വിട്ടത്. ആ സംസാരത്തിൽ പോലും കുട്ടിത്തം ഉണ്ടായിരുന്നു. അത് വളരെ സത്യമായിട്ടുള്ള ഒരു കാര്യമാണ്. നിങ്ങൾ മകളെ ഇതുപോലെ ട്രെയിൻ ചെയ്തു വിട്ടതാണെങ്കിൽ കാലം മാറിയിരിക്കുന്നു. ആ കുട്ടി ഇത്രയും സൈബർ ബുള്ളിംഗ് അനുഭവിക്കാൻ ഒരുപക്ഷെ കൂടുതൽ കാരണം നിങ്ങൾ കൂടിയാണ്. ഇന്റർവ്യൂവിന് നേരത്തെ ചോദ്യങ്ങൾ വാങ്ങി കുട്ടികളെ പ്രിപ്പയർ ചെയ്യിക്കാതെ ഇരിക്കുക. അവരുടെ പ്രായത്തിൽ അവർക്ക് പറയാനുള്ളത് പറയട്ടെ. നല്ല വ്യക്തമായിട്ട് ഈ ഒരു വ്യക്തി ഈ ഒരു കമന്റിൽ കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്. അതായത് ഞാൻ ഈ ഇടയ്ക്ക് കണ്ടൊരു കാര്യമാണ്, നമ്മുടെ ജയറാമേട്ടന്റെ മകൻ കാളിദാസ് ജയറാം ഇങ്ങനെ ഒരു വീഡിയോയിൽ ഒരു ഇന്റർവ്യൂവിൽ ഇങ്ങനെ കാര്യം പറയുന്നുണ്ടായിരുന്നു. പണ്ട് നമ്മുടെ ജയറാമേട്ടൻ ഈ ഇന്റർവ്യൂ നമ്മുടെ അവാർഡ് നൈറ്റിലൊക്കെ കൊണ്ടുപോകുമ്പോഴത്തേക്ക് സ്റ്റേജിലൊക്കെ കയറി നമ്മുടെ ജയറാമേട്ടൻ നേരത്തെ ചെറുതായിട്ട്, അതായത് കാളിദാസിന് ഒരു ചെറിയൊരു ട്രെയിനിങ് ഒക്കെ കൊടുത്തു വിടും എങ്ങനെയാണ് സ്റ്റേജിൽ കയറിയാൽ സംസാരിക്കേണ്ടത് എന്നുള്ളത്. പക്ഷെ കാളിദാസ് ഒക്കെ അന്ന് സംസാരിക്കുമ്പോൾ ഞാൻ തന്നെ കണ്ടിട്ടുണ്ട് പല ഏഷ്യാനെറ്റിന്റെ ഒക്കെ അവാർഡിലും അതുപോലെ തന്നെ നമ്മുടെ സ്റ്റേറ്റ് അവാർഡോ കേരള സ്റ്റേറ്റ് അവാർഡൊക്കെ കിട്ടിയ സമയത്ത് കാളിദാസിന്റെ ചെറിയൊരു സംസാരമൊക്കെ ലൈക്ക് ആ ഒരു സ്റ്റേജിൽ നിന്നിട്ടുള്ള ഒരു പ്രസംഗമൊക്കെ വളരെ അത് വലിയ വർത്താനമായിട്ട് നമുക്ക് ഒരിക്കലും തോന്നിയിട്ടേ ഇല്ല. വളരെ കുട്ടിത്തം നിറഞ്ഞ രീതിയിലുള്ള ഒരു സംസാരമായിട്ട് ഇവിടെ എല്ലാവരും എടുത്തിട്ടുള്ളൂ. ഇന്നാണെങ്കിലും അത് കണ്ടു കഴിഞ്ഞാൽ നമുക്ക് അങ്ങനെ തോന്നുള്ളൂ. നേരെ മറിച്ച് ഈ ദേവനന്ദയുടെ കാര്യത്തിൽ സംഭവിച്ചത് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ആ കുട്ടി അത് പറയുമ്പോഴത്തേക്ക് ഇച്ചിരി ഓവറായിട്ട്, അതിന് നമ്മൾ എല്ലാവരെയും നാട്ടുകാരെ ഒന്നും കുറ്റം പറഞ്ഞിട്ട് വലിയ കാര്യമൊന്നുമില്ല ചേട്ടാ. അത് ഈ കുട്ടിയുടെ അച്ഛനും അമ്മയും മനസ്സിലാക്കേണ്ട ഒരു കാര്യം തന്നെ. കുട്ടി അത് പറയുന്ന ഒരു രീതിയുണ്ട്. ചിലപ്പോൾ നിങ്ങളത് കറക്റ്റായിട്ട് പ്രോപ്പറായിട്ട് ആ കുട്ടിയെ ടേക്ക് ഓവർ ചെയ്ത് കാര്യങ്ങൾ പഠിപ്പിച്ചു കൊടുക്കാത്തതുകൊണ്ടായിരിക്കാം. കുട്ടിയുടെ തെറ്റ് മാത്രമായിരിക്കണമെന്നില്ല. നിങ്ങളതൊരു ഇന്റർവ്യൂവിൽ ഇരിക്കുമ്പോൾ എങ്ങനെയാണ് ആ കുട്ടിയോട് സംസാരിക്കുന്നത്, നിങ്ങൾ മറ്റേ ഒരുപാട് പക്വത വെച്ച് സംസാരിക്കണം എന്നൊക്കെ പറഞ്ഞായിരിക്കും ആ കൊച്ചിനെ കയറ്റിയിരുത്തിയത്. അതുകൊണ്ടായിരിക്കും ആ കൊച്ചു അങ്ങനെ സംസാരിച്ചത്. കാണുന്ന ജനങ്ങളും അതൊന്ന് മനസ്സിലാക്കണം. അപ്പൊ ആ കുട്ടിയുടെ മാത്രം തെറ്റല്ല. ഓക്കെ, അത് ആദ്യമേ ഇവിടെയുള്ള ജനങ്ങളും ആ കുട്ടിയുടെ അച്ഛനും അമ്മയും മനസ്സിലാക്കണം. എന്നിട്ട് ഈ ചേട്ടൻ പറയുന്ന പോലെ തന്നെ
എനിക്കറിയാം, ഞാനും പേഴ്സണലി കണ്ടിട്ടുള്ള കുറെ കാര്യങ്ങളാണ്. ഈ ഇന്റർവ്യൂകൾക്കൊക്കെ നേരത്തെ ഇന്റർവ്യൂവിന് ഇരിക്കുന്നതിന് മുമ്പ് തന്നെ ഇന്റർവ്യൂവിന് വരുന്ന ആൾക്കാർക്ക് നേരത്തെ ഈ ക്വസ്റ്റ്യൻസ് ഒക്കെ കൊടുക്കും. അവരത് വെച്ച് പ്രിപ്പയർ ചെയ്തിട്ടായിരിക്കും ഇരിക്കുന്നത്. ഈ കുട്ടിയുടെ കേസിൽ അതാണ് സംഭവിച്ചതെങ്കിൽ പറഞ്ഞിട്ട് കാര്യമില്ല. ആങ്കർ ആ ഒരു ചോദ്യം ചോദിച്ചപ്പോൾ കൊച്ചു നേരെ ട്വിസ്റ്റ് ചെയ്തു, മനസ്സിലായില്ലേ? നേരെ തിരിച്ചടിച്ചു, മറ്റേ ഉൾട്ട അടിച്ചു കളഞ്ഞു. എന്തെങ്കിലും ഒരു ആവും അല്ലെങ്കിൽ അതൊന്ന് കയറി ഹൈപ്പ് ആവുമെന്ന് വിചാരിച്ചിട്ട്. പക്ഷെ കൊച്ചിന് നേരെ നെഗറ്റീവാണ് അടിച്ചത്. സോ ഇങ്ങനെയുള്ള കാര്യങ്ങൾ സംഭവിക്കാതിരിക്കാൻ വേണ്ടിയിട്ട് കുട്ടികളെ ഇന്റർവ്യൂവിന് കൊണ്ടുപോയി ഇരുത്തുമ്പോൾ പ്രിപ്പയർ ഒന്നും ചെയ്യിക്കണ്ട. അവർ നോർമലായിട്ട് അവരുടെ പ്രായത്തിലുള്ള സംസാരമൊക്കെ സംസാരിച്ചോട്ടെ. അതിപ്പം കുറച്ച് തെറ്റുകൾ ആ കുട്ടികൾ പറഞ്ഞാലും ഇവിടെ ആർക്കും വലിയ പ്രശ്നങ്ങളൊന്നുമില്ല. നേരെ മറിച്ച് ഇങ്ങനെ പ്രിപ്പയർ ചെയ്യിച്ചിട്ടും ഇങ്ങനെ മറ്റേ അവരുടെ ഒരു പ്രായത്തിന് അപ്പുറത്തേക്ക് കുട്ടികൾക്ക് അറിവ് വേണം എന്ന് വെച്ചിട്ട് ഞാൻ എന്തോ സെറ്റപ്പാണ് എന്ന് മറ്റുള്ളവരെ കാണിക്കാൻ വേണ്ടി വന്നുള്ള ആ ഇരിപ്പുണ്ടല്ലോ, അതിവിടെ ജനങ്ങൾക്ക് ഇഷ്ടപ്പെടത്തില്ല. സോഷ്യൽ മീഡിയ വഴി നല്ല സൈബർ ബുള്ളിങ് കിട്ടും. അതിനകത്ത് ഇവിടെ ആരെയും കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല. ഇതാണ് പേഴ്സണലായിട്ട് ഈ ഒരു വിഷയത്തിൽ എനിക്ക് തോന്നിയ കുറച്ച് കാര്യങ്ങൾ. അപ്പൊ നിങ്ങൾക്ക് ആർക്കെങ്കിലും ഈ ഒരു വിഷയത്തിൽ എന്തെങ്കിലും കാര്യങ്ങളോ ഇപ്പൊ ഞാൻ പറഞ്ഞതല്ലാതെ എന്തെങ്കിലും കാര്യങ്ങൾ അല്ലെങ്കിൽ ഞാൻ പറഞ്ഞതിനകത്ത് തെറ്റുണ്ടെന്ന് നിങ്ങൾക്ക് തോന്നുകയാണെങ്കിൽ ഒന്ന് കമന്റ് ഇടുക, നമുക്ക് ഡിസ്കസ് ചെയ്യാം. അതുപോലെ തന്നെ ഈ വീഡിയോ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. പിന്നെ വീഡിയോ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ലൈക്ക് ഒക്കെ ഒന്ന് ചെയ്യുക. എന്ത് മനോഹരമായ